സിമിയെ സ്ട്രോബെറി തീർന്നട്ടാ. എന്നാ പിന്നെ സ്ട്രോബെറി പറിക്കാൻ പോവാം. അപ്പോൾ അതേ നമ്മൾ പോവാട്ടോ സ്ട്രോബെറി പറിക്കാൻ വേണ്ടി. സ്ട്രോബെറി മാത്രമല്ല, നമ്മൾ അസ്പരാഗസും കൂടി ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെവിടെ പോവാ പൊന്നു? സ്ട്രോബെറി പറിക്കാൻ പോവാണോ? നിനക്ക് സ്ട്രോബെറി പറിക്കാൻ അറിയാവോ? അപ്പൊ നമുക്കിനി അവിടെ ചെന്ന് കാണാം. സ്ട്രോബെറിയുടെ കളർ എന്താ? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ സ്ട്രോബെറി പറിക്കാൻ വേണ്ടി അകത്തേക്ക് കയറാം. ഇതാട്ടോ സ്ട്രോബെറിയുടെ ഫീൽഡ്. ആൾക്കാരൊക്കെ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേര് സ്ട്രോബെറി പറിക്കാൻ പാത്രമായിട്ട് പോകുന്ന കാഴ്ചയാണ് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ സ്ട്രോബെറി തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് സ്ട്രോബെറി പറിക്കാം. കഴിക്കാനുള്ള ഇവിടുന്ന് കഴിക്കാം കേട്ടോ. അതുകൊണ്ട് നമുക്ക് പാത്രത്തിൽ എന്തോരം കൊണ്ടുപോകുന്നുണ്ടോ അത് മാത്രമേ തൂക്കുള്ളൂ. നമ്മളെ ഫോളോ ചെയ്തിട്ട് രണ്ടുപേർ വരുന്നുണ്ട് കേട്ടോ പുറകിൽ. ആരും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മളെത്തിയത്, പക്ഷെ നമ്മളെ ഫോളോ ചെയ്ത് രണ്ടുപേർ വരുന്നുണ്ട്. ഒന്നും നോക്കണ്ട, പറിച്ചു തിന്നു. ആവശ്യത്തിന് തിന്നു. വയറ് നിറച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി കേട്ടല്ലോ. വീട്ടില് സിമിയാണെങ്കിൽ ഭയങ്കര പറിക്കലുണ്ടോ സ്ട്രോബെറി. ഇത് പറിക്കുന്നതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കണ്ടോ? കഴിച്ചോ? സത്യം പറഞ്ഞാൽ സ്ട്രോബെറിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഫ്രഷ് നമ്മൾ പറിച്ച് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ തകൃതിയായിട്ട് സ്ട്രോബെറി പറിക്കും കേട്ടോ. ഇത് പറിച്ചിട്ട് ഇത്ര ആയുള്ളൂ, ബാക്കി മൊത്തം വായിലേക്ക് പോകണല്ലേ. രമ്യാണോ?
ഇതെന്നാ കഴിക്കണം നീ? അപ്പോൾ നമുക്കിത് പറിക്കാനുള്ള ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വൈകിട്ട് 7 മണി വരെ കേട്ടോ. 7 മണിയാകുമ്പോൾ അവരിത് ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് നാളെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ടൈം 6:45. ഇനി നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് അതിനുള്ളിൽ മാക്സിമം നമുക്ക് കഴിക്കുകയും ചെയ്യണം, പറിക്കുകയും ചെയ്യണം. 7 മണി ആവാറായെങ്കിലും ഇവിടെ പുള്ളി ഉദിക്കുമ്പോൾ പുള്ളി അസ്തമിക്കുമ്പോൾ രാത്രിയാവും 11 മണി 10 മണിയാവും. അതുകൊണ്ട് അത് നമ്മൾ കാര്യമാക്കണല്ല, നമുക്ക് പറിക്കാം. ഇത് ഏതായാലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നല്ലത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് പറിച്ചെടുക്കാൻ പറ്റും, അതോടൊപ്പം കഴിക്കാൻ പറ്റും, അതും റീസണബിൾ റേറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റും. കൊള്ളാം, ഇഷ്ടപ്പെടും. ഏതായാലും ഇനി കയ്യിലെ സ്ട്രോബെറി തീരുമ്പോൾ ഇനിയും വരണം. നല്ല നോക്കി പറിക്കാം. അത് വലുതാണോ? നീ അമ്മേനെ സഹായിക്കണോ? പാച്ചിക്കോട്ട് സ്ട്രോബെറി പറിച്ചിട്ട് അമ്മേനെ സഹായിക്കോട്ടെ. അമ്മയുടെ കൂടെ നിറഞ്ഞോ അമ്മേ? ലൈഫിൽ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് സ്ട്രോബെറി പറിക്കൽ. ഞാൻ ഇതുവരെ സ്ട്രോബെറി ഇതുപോലെ പറിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 വർഷം ആകുവാണ്. എങ്കിൽ പോലും കഴിഞ്ഞ വർഷമൊന്നും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എന്തായാലും സ്ട്രോബെറി പറിക്കണമെന്ന് തന്നെ വിചാരിച്ചു. നോക്കിക്കേ, ഇത് ഒറിജിനലാണ്. ഇതുണ്ടോ, കയ്യിലൊക്കെ റെഡ് കളറായി. നല്ല അടിപൊളി, നല്ല ചുവന്ന് തൊടുത്തിരിക്കുന്ന സ്ട്രോബെറീസ്, നല്ല ഫ്രഷ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിനൊക്കെ നല്ല പുളിപ്പാണ്. ഇതിന് നല്ല അടിപൊളി മധുരം. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ എന്തോരം വേണമെങ്കിലും കഴിക്കാം. അത് നമ്മൾ എന്തോരമാണ് പറിച്ചിട്ട് പോകുന്നതെന്ന് വെച്ചാൽ അത് മാത്രം നമുക്ക് പേ ചെയ്താൽ മതിയാവും. ഞങ്ങളിപ്പോൾ ഇത്രയും പറിച്ചിട്ടുണ്ട്, കുറച്ച് കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഒന്ന് പറിക്കണം. ഇതേ നമ്മൾ ഇത്രയും സ്ട്രോബെറി പറിച്ചു കേട്ടോ. ഇത് ഏകദേശം 1 കിലോ ഉണ്ടാവോ? 1 കിലോ കൂടുതൽ ഉണ്ടാവുമായിരിക്കും. എന്തായാലും ആവേശത്തിൻ്റെ പുറത്ത് കുറച്ചങ്ങ് പറിച്ച് കൂട്ടി. ഇനി നമുക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് സ്മൂത്തി തന്നെ അടിച്ച് കുടിക്കാം. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ഇത് ഞങ്ങളിത് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഇവിടെ നമ്മൾ ഒരു കൗണ്ടർ ഉണ്ട്, അവിടെ ചെന്നിട്ട് നമ്മൾ എടുത്ത് വെക്കുന്ന അത്രയും തന്നെ നമ്മൾ പേ ചെയ്യണം. പിന്നെ അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അസ്പരാഗസ് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പം 7 മണിയായേ, ഇവിടെ 7 മണി വരെ ഉള്ളൂ പെർമിഷൻ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഒരാളെ ഇപ്പോൾ നമുക്ക് വണ്ടിയിൽ വന്ന് ഇൻഫോം ചെയ്തിട്ട് പോയി. അവർ അടക്കാൻ പോവുകയാണ്, നിങ്ങളുടെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞു കേട്ടോ, നമ്മളിപ്പോൾ ഓൾറെഡി കഴിഞ്ഞു, നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങുകയാണ്. ഈ തൂക്ക് നോക്കാം എത്രയാവും. ഇത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് സ്പാഗൽ എൻറ്റെന്ന് പറയുന്നത് ഡോഷിൽ ജർമ്മനിൽ എന്താണ് അസ്പരാഗസ്. അസ്പരാഗസ് അത് നമ്മൾ പറിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ മേടിച്ച കൊണ്ട് ഇനി തൂക്കിയിട്ട് പോകണ്ടോ. ഇനി നമ്മൾ പോകുന്നത് അപ്സരാഗസ് പറിക്കാൻ വേണ്ടിയാണ്. അവിടെ നമുക്ക് ടൈമിംഗ് ഇല്ലല്ലേ? അവിടെ നമുക്ക് ടൈമിംഗ് ഇല്ല. അവിടെ ആരും ഇല്ല, കൗണ്ടറിലൊന്നും ആരും ഇല്ല. നമ്മൾ തന്നെയാണ് പേ ചെയ്യുന്നത്. അവിടെ നമുക്ക് കാണാം. നമ്മൾ പോകുന്ന വഴിക്ക് ആപ്പിൾ മരമൊക്കെ പൂത്ത് നിൽപ്പുണ്ടോ, കുഞ്ഞാപ്പിൾ.
ഇനി ഇത് വളർന്ന് വലുതാകുമ്പോൾ നമുക്ക് പിന്നെയും വരും. അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ കാണുന്ന കേട്ടോ അസ്പരാഗസിൻ്റെ തോട്ടം. മൊത്തം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അസ്പരാഗസ്. ഇത് 24 hour ആട്ടോ. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാം, പറിക്കാം. അപ്പുറം ഒരു കൗണ്ടറുണ്ട്, ആളുണ്ടാവില്ല, നമ്മൾ തന്നെ തൂക്കിയിട്ട് അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഉണ്ട് പൈസ അവിടെ ഇടുക. അങ്ങനെയാണെന്നാണ് കേട്ടത്. നമുക്ക് പോയി നോക്കാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ കൗണ്ടർ. ഇവിടെ നമുക്ക് തൂക്കാനുള്ള മെഷീൻ, ഇത് മുറിക്കാനുള്ള കത്തി, അതിൻ്റെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പൈസ ഇടാനുള്ളത് ഇവിടെ നമ്മൾ പൈസ ഇടുക. ആക്റ്റീവർ ഇതൊക്കെ ഒരു വിശ്വാസത്തിന് പുറത്ത് വെച്ചിട്ട് പോയേക്കൂല്ലേ. ഇവിടെ ആരും ഇല്ല നോക്കാൻ. നമുക്ക് കത്തെടുക്കാം. ആയുധം കയ്യിലെന്തി ആൾ മുന്നേ പോട്ടെ. അപ്പൊ നമ്മള് കത്തി എടുത്തിട്ട് നമ്മൾ പോവാട്ടോ അസ്പരാഗസ് പറിക്കാം. പിന്നെ നൈറ്റ് അസ്പരാഗസും സ്ട്രോബെറി അല്ലേ. ഇതാണ് കേട്ടോ അപ്സരാഗസ്. ഇതാണ് കേട്ടോ അസ്പരാഗസ്. ഇവിടെ ഇനി തൊട്ടുമ്പോ തന്നെ മുറിയായിരുന്നു. അന്ന് നല്ല അടിപൊളിയായിരുന്നു. ചവിട്ടല്ല വന്ന അസ്പരാഗസിന്റെ തോട്ടം. ല്ലേ ശരിക്കും നമ്മളിപ്പോൾ ഇറങ്ങി എന്തിനാന്ന് വെച്ചാൽ ഈ വൈകിട്ട് കുറച്ച് നേരം ഇവനോട് ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവനിപ്പോൾ രാവിലെ തൊട്ട് ഫുൾ ടൈം വീട്ടിൽ നിന്നിട്ട് ഈ കാർട്ടൂൺ കാഴ്ച, അതും ഏതോ ജിൻജാൻ, ഫ്രാങ്ക്ലിൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് ഒരു ഇതായിട്ട് മാറരുതല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ മിക്ക ദിവസങ്ങളും വൈകിട്ട് ഞങ്ങളൊരു സർക്കിട്ട് ഇറങ്ങുമല്ലോ ഇവനെയും കൊണ്ട്. കിട്ടുന്ന ടൈമൊക്കെ അങ്ങനെ പുറത്ത് പോയി സ്പെൻഡ് ചെയ്യും. വീട്ടിലിരുന്നാലാണ് ഈ പ്രശ്നമുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ആളും ഹാപ്പി, ഞങ്ങളും ഹാപ്പി, എല്ലാം ഹാപ്പി. ഇപ്പം അമ്മേനെ സഹായിക്കാൻ വേണ്ടി അപ്പം നമ്മളെ ഇവിടുത്തെ വിളവെടുപ്പ് ഏകദേശം ആയിട്ടുണ്ട്. കണ്ടില്ലേ അസ്പരാഗസ്. ഇനി നമുക്ക് ഇത് കൊണ്ടുപോയി തൂക്കിയിട്ട് ഇതിൻ്റെ ക്യാഷ് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്ത അപ്സരസ് അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്ത അസ്പരാഗസ് നമ്മൾ തൂക്കാൻ പോകട്ടോ. തൂക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ക്യാഷ് കൊടുക്കാം. അപ്പോൾ
നമ്മൾ കട്ട് ചെയ്ത അസ്പരാഗസ് 1,300 കേട്ടോ. അതിൻ്റെ പൈസ നമുക്ക് ഇവിടെ ഇടണം. എന്തെങ്കിലും ഇവിടെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട് അതിലായാലും കൊടുക്കാം. നമ്മളിപ്പോൾ ഏതായാലും ക്യാഷായിട്ട് ഈ കുടുക്കയിൽ ഇടുകയാണ്. അതെ, നമ്മൾ അതിൻ്റെ ക്യാഷ് നമ്മൾ ഇട്ടു കേട്ടോ. അപ്പൊ ഇന്നത്തെ ഡിന്നർ നമുക്ക് സ്പാഗല് എന്ന് പറയുമ്പോൾ അസ്പരാഗസ് ആട്ടോ. നമ്മൾ തന്നെ ഹാർവെസ്റ്റ് ചെയ്തെടുത്ത അസ്പരാഗസ്. അപ്പൊ ഇനി നമ്മൾ ഇതുമായിട്ട് നേരെ വീട്ടിൽ പോകുന്നു. സിമിയുടെ സ്പെഷ്യൽ ഡിന്നർ റെഡിയാക്കുന്നു. അപ്പോൾ അതേ നമ്മൾ കൊണ്ടുവന്ന സ്പാഗല് നമ്മൾ റെഡിയാക്കി വെക്കാം ഇന്നത്തെ ഡിന്നർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് പറിച്ച അസ്പരാഗസും പിന്നെ നമ്മുടെ കുറച്ച് ജർമ്മൻ ഡിഷസ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിന്നർ. ഇത് നമ്മുടെ മൂവി ടൈം ആണ്. നല്ല സിനിമ വെക്കാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ജർമ്മനിലെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.